മരം പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളിന്ന് കാണുന്ന കടലാസുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു അത്ഭുതം നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഇവിടെ വന്ന സമയത്താണ്. ഇവിടെ ഒരു ഭാഗത്ത് മരം ചിപ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശേഷം ഇതിനെ പൾപ്പാക്കി മാറ്റുന്നു. മറ്റൊരു ഭാഗത്ത് ഇത് കടലാസുകളായിട്ട് പുറത്തേക്ക് വരുന്ന ഭംഗിയുള്ള കാഴ്ചകളാണ്. ROVER എന്ന് വന്നിരിക്കുന്ന കോട്ടയം ജില്ലയിൽ വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു 40 വർഷം മുന്നേ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അതൊരു 4 വർഷം മുന്നേ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. എന്നാൽ നമ്മുടെ കേരള സർക്കാർ അതിന് കഴിഞ്ഞ വർഷം അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വലിയ രീതിയിൽ തന്നെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഒരു കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പേപ്പറൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ, പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കമ്പനി. അത് വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഏറ്റെടുത്ത ഈ ഒരു കമ്പനി ഉണ്ടല്ലോ, ഇന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്. നഷ്ടത്തിലുള്ള ഒരു കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരിക എന്ന് പറയുന്നത് അതും ചെറിയൊരു കമ്പനിയല്ല, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു കമ്പനിയെ തിരിച്ചെടുത്തുകൊണ്ട് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ രീതിയിലേക്ക് വന്നിട്ടുള്ള ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ നമ്മൾ കാണുന്നത്. നേരെ കമ്പനിക്ക് അകത്തേക്ക്. പേപ്പർ നിർമ്മാണത്തിന് വേണ്ട പൾപ്പിന് പ്രധാനമായും ഉപയോഗിക്കുന്ന മരങ്ങൾ യൂക്കാലിപ്റ്റസ്, അക്വേഷ്യ എന്നിവയാണ്. ഇതുകൂടാതെ പഴയ പേപ്പറുകൾ ഇങ്ക് ചെയ്തും ഉപയോഗിക്കുന്നുണ്ട്. കമ്പനിയിലേക്ക് വരുന്ന മരങ്ങൾ കമ്പനിയിൽ വലിയ രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരങ്ങൾ കമ്പനിയിലേക്ക് ആവശ്യം വരുന്ന സമയത്ത് പാൾ ഫിംഗർ ഉപയോഗിച്ച് ഡ്രാഗ് ചെയിനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രാഗ് ചെയിനിലേക്ക് മാറ്റുന്ന കാഴ്ച നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രാഗ് ചെയിനിലേക്ക് ഫീഡ് ചെയ്യുന്ന മരങ്ങൾ ചെയിൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മുന്നോട്ട് വന്ന് ബ്രേക്ക് ഡൗൺ റോളേഴ്സിലേക്കാണ് മാറുന്നത്. കൂടിക്കിടക്കുന്ന മരങ്ങളായിരിക്കും അല്ലെ, ഈ പാൾ ഫിംഗറിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ഡ്രാഗ് ചെയിനിലേക്ക് മാറുന്നത്. ഇതിനൊക്കെ വേർപെടുത്തി സിംഗിൾ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ഡൗൺ റോളേഴ്സിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്ന മരങ്ങൾ ട്രാൻസ്ഫർ ചെയിനിലേക്ക് മാറി ഇൻക്ലൈൻ റോളേഴ്സിലേക്കാണ് വീഴുന്നത്. ഇൻക്ലൈൻ റോളേഴ്സിൽ നിന്ന് പിന്നെ ഇത് ലോങ് ബെൽറ്റ് കൺവെയറിലേക്കാണ് മാറുന്നത്. ലോങ് ബെൽറ്റ് കൺവെയർ വഴി പോകുന്ന കാഴ്ച നിങ്ങൾ ഈ കാണുന്നത്, കാരണം ഒത്തിരി ദൂരത്തേക്കാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലോങ് ബെൽറ്റ് കൺവെയറിൽ നിന്ന് ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് എത്തുന്ന സമയത്ത് 2-3 റോളർ കൺവെയർ വഴിയാണ് ഈ മരങ്ങളൊക്കെ കടന്നു ചെല്ലുന്നത്. ഇങ്ങനെ കടന്നു വരുന്ന ഈ മരങ്ങൾ ഇനി അടുത്തത് ചിപ്പറിലേക്കാണ് മാറുന്നത്. ഇതിൽ നിന്ന് ചിപ്പ് ചെയ്തെടുക്കണം. ഇത്ര നേരം നമ്മൾ കണ്ടത് മരങ്ങളാണെങ്കിൽ ഇനി നമ്മൾ ഈ ചിപ്പറിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചിപ്സ് രൂപത്തിലാണ് ഈ ഒരു മരങ്ങളൊക്കെ മാറി വരാൻ പോകുന്നത്. ഈ ചിപ്പ് ചെയ്ത് വരുന്ന ചിപ്സിനെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്ത് വലിച്ചു മുകളിലേക്ക് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബിന്നിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബിന്നിൽ നിന്ന് നേരെ താഴേക്ക് വീഴുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കൺവെയറിലേക്കാണ് ഇത് വീഴുന്നത്. ഈ കൺവെയറിലേക്ക് വീണു. ഈ കൺവെയറിന് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു കൺവെയറിലേക്ക് പിന്നെ ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൺവെയറിൽ നിന്ന് ഇത് നേരെ ചെല്ലുന്നത് ഒരു വൈബ്രേറ്റിംഗ് സ്ക്രീനിലേക്കാണ്. ഇവിടെ ഈ ഒരു ചിപ്സിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് അതിനെ സ്ക്രീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൾപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സൈസ് ഉണ്ട്. ആ ഒരു സൈസിനനുസരിച്ചുള്ളത് മാത്രമാണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്ത് താഴോട്ടേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അരിച്ച് താഴേക്ക് പോവാതെ ഓവർ സൈസ്ഡ് ആയിട്ട് വരുന്ന ചിപ്സിനെ നിങ്ങൾ ഈ കാണുന്ന കൺവെയർ വഴി പിന്നെയും തിരിച്ച് ഇതിനെ റീച്ചിപ്പറിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. റീച്ചിപ്പറിലേക്ക് ചെന്നിട്ട് അവിടുന്ന് വീണ്ടും ഇതിനെ ചിപ്പ് ചെയ്ത് ചെറിയ സൈസിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കൺവെയർ വഴി തിരിച്ച് വീണ്ടും ഇത് വൈബ്രേറ്റിംഗ് സ്ക്രീനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓവർ സൈസിൽ വരുന്ന എല്ലാ ചിപ്സും ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ചിപ്സ് അരിച്ച് താഴെ നിങ്ങൾ ഈ കാണുന്ന ബെൽറ്റ് കൺവെയർ വഴി സൈലോയിലേക്കാണ് പോകുന്നത്. സൈലോയിൽ നിന്ന് ഈ ചിപ്സിനെ കെമി മെക്കാനിക്കൽ പൾപ്പിംഗ് പ്ലാന്റിലേക്കോ കെമിക്കൽ പൾപ്പിംഗ് പ്ലാന്റിലേക്കോ മാറ്റുകയാണ് ചെയ്യുന്നത്. കെമി മെക്കാനിക്കൽ പൾപ്പിംഗ് പ്ലാന്റിൽ ആദ്യം ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് നടക്കുന്നു, പിന്നെ മെക്കാനിക്കലി ഗ്രൈൻഡ് ചെയ്ത് പൾപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് കൂടി നമുക്കറിയണ്ടേ. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഓരോ മരത്തും നമ്മൾ ശ്രദ്ധിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റും, എല്ലാം ഫൈബറാണ് വരുന്നത്. ഒരു നേരിയ നാര് പോലെയായിട്ടൊരു ഫൈബർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലൊക്കെ ഒരു ചെറിയ ചെറിയ പൊടി രൂപത്തിൽ നമ്മൾ കാണുന്നതാണ് ലിഗ്നിൻ എന്ന് പറയുന്നത്. ഈ ലിഗ്നിൻ ഈ കാണുന്ന ഓരോ ഫൈബറിന്റെയും ഉള്ളിൽ ബോണ്ട് ചെയ്തിട്ടാണ് നമ്മളൊരു വലിയൊരു തടി രൂപത്തിൽ മരങ്ങളെ നമ്മൾ കാണുന്നത്. ഈ ഒരു ഫൈബറാണ് നമുക്ക് പൾപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ നിർമ്മാണത്തിന് വേണ്ടി ആവശ്യം വരുന്നത്. ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ലിഗ്നിൻ നമുക്ക് ഒഴിവാക്കിയെടുക്കണം. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കെമിക്കൽ പൾപ്പിംഗ് പ്ലാന്റിൽ നടക്കുന്നത് പ്യൂർലി കെമിക്കൽ പ്രോസസ് വഴി പൾപ്പാക്കിയതിനു ശേഷം സ്ക്യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ബ്ലീച്ച് ചെയ്ത് പൾപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. ഇവിടെ ആദ്യം ഇത് നോട്ട് സെപ്പറേറ്ററിലേക്ക് മാറുന്നു, അതിനുശേഷം ഡ്രം വാഷറിലേക്ക് മാറുന്നു. ഈ ഡ്രം വാഷറിൽ നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം തൊട്ടടുത്ത സ്ക്രീനിങ്ങിലേക്കാണ് ഇത് മാറുന്നത്. സ്ക്രീനിങ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ളിലായിട്ട് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം സെൻട്രൽ ക്ലീനിങ് നടക്കുന്നു, അതിനുശേഷം തിക്കനിങ് നടക്കുന്നു. ഈ തിക്കനിങ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഈ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടുന്ന് ഒരു സ്റ്റോറേജിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. ഒരേ മരത്തിന്റെ ഒരേ ചിപ്സ് തന്നെ ഇതേപോലെ രണ്ട് രീതിയിൽ ഇതിനെ പ്രോസസ് ചെയ്ത് എടുക്കുന്ന സമയത്തുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെമിക്കൽ പൾപ്പിങ്ങിന് നമുക്ക് ലോങ് ഫൈബേഴ്സ് കിട്ടും. അത് നല്ല ക്വാളിറ്റിയുള്ള ഫൈബേഴ്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നിൻ നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു ഉദാഹരണം ഇവിടെ പറയുകയാണെങ്കിൽ, കെമിക്കൽ പൾപ്പിംഗ് ചെയ്യുന്ന സമയത്ത് 1 ടണ്ണാണ് നമ്മൾ പ്രോസസ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ അത് പ്രോസസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് 1 ടൺ അത് മാറിയിട്ട് 400 കിലോഗ്രാം മാത്രമേ നമുക്ക് ഫൈബർ അതിൽ നിന്ന് കിട്ടുള്ളൂ. അതായത് അത്രമാത്രം ലിഗ്നിൻ ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ മെക്കാനിക്കൽ പൾപ്പിംഗ് സിസ്റ്റം വഴി പ്രോസസ് ചെയ്തെടുക്കുന്ന സമയത്ത് 1 ടൺ ചെയ്ത് കഴിഞ്ഞാൽ 800 കിലോഗ്രാം ഫൈബറാണ് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്നത്. അതായത് ലിഗ്നിൻ അതിൽ നിന്ന് വലിയ രീതിയിൽ അത് പുറത്തേക്ക് പോവില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെക്കാനിക്കൽ പൾപ്പിംഗ് സിസ്റ്റം വഴി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നത്, കുറഞ്ഞ ക്വാളിറ്റിയിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ രണ്ട് പ്രോസസ്സിൽ കൂടി ചെയ്തെടുക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സംശയം, എല്ലാം ഒരേ രീതിയിൽ ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. എന്നാൽ ഇവിടെ നമ്മൾ കെമിക്കൽ പൾപ്പിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് വളരെ ഹൈ ആണ് വരുന്നത്. ഒരു പേപ്പർ ഉണ്ടാക്കിയെടുക്കുന്നതിന് അതിനേക്കാളും കോസ്റ്റ് നമുക്ക് വരും ഈ ഒരു പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണോ നമുക്കൊരു പേപ്പർ ആവശ്യമുള്ളത്, എത്ര ക്വാളിറ്റിയിലാണോ ഒരു പേപ്പർ ആവശ്യമുള്ളത്, ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ഏത് രീതിയിലാണോ ഇതിനെ മിക്സ് ചെയ്യേണ്ടത് ആ രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു പേപ്പറായിട്ട് പുറത്തേക്ക് വരുന്നത്. KPPL 3 പൾപ്പ് മില്ലുകളാണ് ഉള്ളത്. 2 നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ഡി ഇങ്കിങ് പ്ലാന്റ് ആണ് വരുന്നത്. ഡി ഇങ്കിങ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നത് പഴയ ന്യൂസ് പേപ്പറുകളും മാഗസീനുകളുമാണ്. മാർക്കറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന വേസ്റ്റ് പേപ്പർ കമ്പനിയിൽ കൊണ്ടുവന്ന് ഗോഡൌണിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ച് ആദ്യം ലോഡ് കൺവെയറിലേക്കാണ് ഈ ഒരു വേസ്റ്റ് പേപ്പറിനെ മാറ്റുന്നത്. ഇവിടുന്ന് വെയിറ്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം ഫീഡ് കൺവെയറിലേക്ക് മൂവ് ചെയ്യും. ഫീഡ് കൺവെയർ വഴി പൾപ്പറിലേക്കാണ് ഈ ഒരു പേപ്പറുകളൊക്കെ ചെന്ന് വീഴുന്നത്. പൾപ്പറിൽ വെച്ച് ഈ ഒരു പേപ്പറുകളെ പൾപ്പാക്കി മാറ്റും. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാൻ സ്ക്രീനിങ്, ക്ലീനിങ്, ഇങ്ക് റിമൂവൽ എന്നീ സ്റ്റേജുകൾ കൂടിയാണ് ഈ പൾപ്പ് കടന്നു പോകുന്നത്. പേപ്പറുകളിൽ ചെറിയ ചെറിയ മണൽത്തരികൾ ഉണ്ടാവാം, ഗം ഉണ്ടാവാം. ഇതിനൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രോസസ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു പോയിന്റ് പോലും ഇംപ്യൂരിറ്റീസ് ഇതിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ പേപ്പറിന്റെ ക്വാളിറ്റി തന്നെ താഴോട്ടേക്ക് പോകും. അതുകൊണ്ട് അത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പൾപ്പിനെ സ്റ്റോറേജ് ടവറിലേക്ക് മാറ്റുന്നത്. നമ്മളിവിടെ കണ്ട ഈ 3 പൾപ്പിനെയും ആവശ്യത്തിനനുസരിച്ച് പേപ്പറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പേപ്പർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പേപ്പർ നിർമ്മാണ യൂണിറ്റിലേക്കാണ് ഈ പൾപ്പുകളൊക്കെ മാറ്റുന്നത്. ഇവിടെയാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന കുറെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്. വെറും സ്ലറി പോലെ കാണാൻ സാധിക്കുന്ന പൾപ്പിനെ എന്തും അച്ചടിക്കാനുള്ള വലിയ പേപ്പർ റോളുകളാക്കി മാറ്റുന്ന കാഴ്ച. നമ്മൾ കണ്ട പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് പൾപ്പുകൾ 3 സ്റ്റോറേജ് ടവറിൽ നിന്ന് വയർ പാർട്ടിലേക്കാണ് മാറുന്നത്. ഇതിനിടയിൽ പല മെഷീനുകൾ കൂടി കടന്നു പോകുന്നുണ്ട്. പൾപ്പിൽ ഉണ്ടാകുന്ന ബബിൾസ് മാറ്റുന്നു, കൃത്യമായ മിക്സിംഗ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ മെഷീനുകൾ നടക്കുന്നത്. വയർ പാർട്ടിൽ പൾപ്പിൽ അടങ്ങിയിട്ടുള്ള വെള്ളം മാക്സിമം ഇല്ലാതാക്കുക എന്ന കാര്യമാണ് ചെയ്തെടുക്കുന്നത്. വാക്യൂം ചെയ്തിട്ടും അതേപോലെ തന്നെ ഗ്രാവിറ്റിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇതിൽ നിന്ന് വെള്ളം ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് പ്രസ് പാർട്ടിലേക്കാണ് മാറുന്നത്. പ്രസ് പാർട്ടിലേക്ക് മാറുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് വെള്ളം പിന്നെയും കൂടുതലായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് പിന്നെ ഡ്രയറിലേക്കാണ് ഇത് കടക്കുന്നത്. 37ഓളം സിലിണ്ടേഴ്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സിലിണ്ടറുകളിലൊക്കെ ആയിട്ട് സ്റ്റീം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത്, ഈ സിലിണ്ടറുകളുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു സ്ക്രീനാണ് വരുന്നത്. ഈ സ്ക്രീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേപ്പറായി മാറി വരുന്ന പൾപ്പ് ഈ സമയത്ത് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇവിടെ ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന കാര്യമാണ് സ്ക്രീൻ ചെയ്യുന്നത്. നല്ല വേഗതയിലാണ് ഈ സിലിണ്ടറുകളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 37 സിലിണ്ടറിൽ കൂടി കടന്ന് പേപ്പറായി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പേപ്പർ അടുത്തത് കാലണ്ടർ റോൾസ് വഴിയാണ് കടന്നു പോകുന്നത്. നല്ല ചൂടാണ് ഈ കാലണ്ടർ റോൾസ് വരുന്നത്. ഇതുവഴി പേപ്പർ കടന്നു പോകുമ്പോൾ ഒരു അയേൺ ചെയ്ത എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. പേപ്പർ നല്ല സ്മൂത്തായി മാറുന്നു. ഇതിനുശേഷം ഈ പേപ്പർ റോൾ ചെയ്തെടുക്കുന്നതാണ് കാണുന്നത്. 20 ടണ്ണ് വരെയാണ് ഒരു റോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഈ 20 ടണ്ണിലേക്ക് ഒരു പേപ്പർ റോൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കണം എത്രമാത്രം പേപ്പർ ആയിരിക്കും ഈ ഒരു റോളായിട്ട് മാറി വരുന്നത് എന്നുള്ളത്. ഈ പേപ്പർ റോള് 20 ടണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ റോള് ഇവിടുന്ന് പിന്നെ മാറ്റുന്നത് വൈൻഡറിലേക്കാണ്. വൈൻഡറിലേക്ക് മാറ്റിയിട്ട് ഇതിനെ റീവൈൻഡ് ചെയ്തെടുക്കും. ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് എത്രയാണോ കമ്പനിയിലേക്ക് ഓർഡർ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിനെ ഇനി കട്ട് ചെയ്തെടുക്കണം. ഇതിന് റീൽസ് എന്നാണ് പറയുന്നത്. എത്ര റീൽസ് വേണം, എത്ര സൈസിൽ, എത്ര ലെങ്ത്തിലാണോ ഒക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടുന്ന് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് റീവൈൻഡ് ചെയ്ത് ആ കട്ടിങ്ങാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ ഒരു ബ്ലേഡ് വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഒരു കട്ടിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ റോൾസ് റീൽസിലേക്ക് മാറ്റിയതിന് ശേഷം
പിന്നെ ഇവിടുന്ന് ഇതിനെ റിമൂവ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് പിന്നെ ഇതിനെ റോൾ റാപ്പിങ്ങിലേക്കാണ് മാറ്റുന്നത്. ഇതിനെ റാപ്പ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഇതിനെ പൊതിഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഇതിനെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും ഇവിടെ മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് മറ്റൊരു മെഷീനിലേക്ക്, റോൾ റാപ്പിംഗ് മെഷീനിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾ ഈ കാണുന്നത് പോലെ രണ്ട് സൈഡും കവർ ചെയ്യണം. അതേപോലെ തന്നെ മൊത്തമായിട്ട് ഇതിനെ ചുറ്റിയെടുത്തിട്ട് ഇതിനെ റാപ്പ് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ ഇവിടുന്ന് റാപ്പ് ചെയ്തതിന് ശേഷം കമ്പനിയുടെ വലിയൊരു ഗോഡൗണിലേക്കാണ് പിന്നെ ഈ റീൽസിനൊക്കെ മാറ്റുന്നത്. ഇവിടുന്ന് എവിടത്തേക്കാണോ ഓർഡർ വന്നിരിക്കുന്നത്, കമ്പനിക്ക് എവിടേക്കാണോ ഓർഡർ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് ലോഡ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് കമ്പനി അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് കമ്പനികൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പേപ്പറുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് പ്രിന്റിന് വേണ്ടിയിട്ടാണ്, ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട്ബുക്കുകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ പാക്കേജിംഗ് പേപ്പറുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇന്ന് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ KPPL എന്ന ഈ ഒരു കമ്പനിയെ കഴിഞ്ഞ വർഷമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന 25ഓളം വരുന്ന പത്രസ്ഥാപനങ്ങൾക്ക് പത്രം അച്ചടിക്കാനുള്ള പേപ്പറുകൾ ഈ ഒരു കമ്പനിയിൽ നിന്നാണ് പോകുന്നത് എന്നുള്ള വലിയ സന്തോഷകരമായ ഒരു വാർത്തയും ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മലിനജലം ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. വിവിധ പ്ലാന്റുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മലിനജലം കളേർഡ് ആൻഡ് നോൺ കളേർഡ് വരുന്നുണ്ട്. ഇത് രണ്ടും രണ്ട് ക്ലാരിഫയറിൽ കൂടെയാണ് ഇത് കടത്തിവിടുന്നത്. ഇവിടെ ഫ്ലറി ക്ലോറൈഡും സെറ്റിൽ ഏജന്റ് ആയിട്ടുള്ള ഫ്ലോക്കുലാൻഡും മിക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ 90 മുതൽ 95% കളർ റിഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. രണ്ട് ക്ലാരിഫയറിൽ കൂടി ശുദ്ധീകരിച്ച് പുറത്തേക്ക് വരുന്ന വെള്ളം അടുത്തത് 6 ഹെക്ടർ വിസ്തൃതിയുള്ള 2 കൂളിംഗ് പോണ്ടിലേക്കാണ് കടത്തിവിടുന്നത്. ആദ്യം ഒരു കൂളിംഗ് പോണ്ടിലേക്ക് ചെല്ലുന്നു. ഇവിടെ സെറ്റിൽ ആവാൻ ബാക്കി എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഇവിടെ സെറ്റിൽ ആവുന്നു. ഇതിനുശേഷം ഇവിടുന്ന് ഓവർഫ്ലോ ആയിട്ടാണ് അടുത്ത ഒരു വലിയ ഒരു പോണ്ടിലേക്ക് മാറുന്നത്. ഇവിടെയും എന്തെങ്കിലും ബാക്കി സെറ്റിൽ ആവാനുണ്ട് അതൊക്കെ സെറ്റിലായി വെള്ളം നല്ല രീതിയിൽ കൂളായതിനു ശേഷം ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം 14 ദിവസം നിലനിർത്താൻ സാധിക്കുന്ന 14 ഹെക്ടർ വിസ്തൃതിയുള്ള എയറേറ്റർ പോണ്ടിലേക്കാണ് മാറുന്നത്. ഇതും വലിയ ഒരു പോണ്ടാണ് വരുന്നത്. 14 ഹെക്ടർ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വലിയൊരു പോണ്ടിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ഇവിടുന്ന് നല്ല രീതിയിൽ എയറേറ്റർ പ്രവർത്തിപ്പിച്ച് വെള്ളത്തിന് നഷ്ടപ്പെട്ടു പോയ ഓക്സിജൻ നൽകി പഴയ രീതിയിൽ ജീവനുള്ള വെള്ളമാക്കി മാറ്റുന്നു. ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഇത്രയാണ് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? ഒരു വലിയൊരു കമ്പനി അല്ലേ? എന്തുമാത്രം പ്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളൊക്കെ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിക്കുന്നതിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും യങ്സ്റ്റേഴ്സാണ് കേട്ടോ. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം. അതേപോലെ ഈ ഒരു കമ്പനി ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ആ സമയത്ത് തന്നെയുള്ള ആ ലേബേഴ്സിനെ, ആ ആളുകളെ തന്നെയാണ് കമ്പനിയിലേക്ക് വീണ്ടും എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അതും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ ഹെഡ് എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സ്ത്രീകൾക്കാണ് കേട്ടോ. അങ്ങനെയുള്ള ഒത്തിരി എഞ്ചിനീയേഴ്സിനെ ഞാനിവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ കേരള സർക്കാർ ഈ കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ എടുത്തുള്ള ആ ഒരു തീരുമാനം അത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചു. ഇവരുടെ ഒക്കെ ആ ഒരു കമ്പനിയോടുള്ള ഒരു ആത്മാർത്ഥത അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇവിടെയുള്ള ഓരോ സ്റ്റാഫും ഈ കമ്പനിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയും കൂടി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പേപ്പർ നിർമ്മിക്കുക എന്നുള്ളൊരു കാഴ്ച ഒത്തിരി കാലങ്ങളായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ഇവിടത്തേക്ക് വരാനുള്ള പെർമിഷൻ കിട്ടിയതും ഇവിടെ വരാനും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു വലിയൊരു സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.